വൈദ്യുത കാന്തിക തരംഗം ഉപയോഗിച്ച് നിശ്ചലമായി നിൽക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്നതായ ഒരു വസ്തുവിൻ്റെ ദൂരം, ദിശ, വേഗത, ഉയരം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് റഡാർ സംവിധാനം. എന്നാൽ ഈ റഡാർ സംവിധാനത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളെക്കാളും കൂടുതൽ അറിവുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ബലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന അവിടെ ഒരു പ്രത്യാക്രമണം നടത്തിയത് മോദിജിയുടെ ആസൂത്രണ പ്ലാനിങ്ങിൻ്റെ മികവോടുകൂടിയാണ്. അതായത് മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലും വ്യോമസേന അവിടെ പ്രത്യാക്രമണം നടത്തിയത്. നിർദ്ദേശമാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. മോദിയുടെ നിർദ്ദേശം എങ്ങനെയായിരുന്നു? അവിടെ മഴയൊക്കെയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും മേഘങ്ങളുണ്ടാകാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, മേഘങ്ങളെ മറയാക്കിക്കൊണ്ട് റഡാർ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു പ്രത്യാക്രമണം നടത്തുക. ഇതായിരുന്നു നരേന്ദ്രമോദി വ്യോമസേനയ്ക്ക് നൽകിയ ഉപദേശം. അത് നൽകിയത് ഇന്ത്യയുടെ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായങ്ങളെയൊക്കെ ലംഘിച്ചാണ് തൻ്റെ തീരുമാനമെന്നും നരേന്ദ്രമോദി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയൊരു പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ടോ? ആരാണ് ഇദ്ദേഹത്തിന് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, കാലാവസ്ഥയുടെ മാറ്റത്തിൽ റഡാർ സംവിധാനങ്ങൾക്ക് വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്തത്? അത്രയും ബുദ്ധിയില്ലാത്ത വിവരശൂന്യരായിട്ടുള്ള ആളുകളാണോ നമ്മുടെ ഇന്ത്യൻ സൈന്യം? അങ്ങനെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്? വളരെ വ്യക്തമായി പറഞ്ഞു തരാം. റഡാർ സംവിധാനങ്ങൾക്ക്, ആധുനിക റഡാർ സംവിധാനങ്ങൾക്ക് കാലാവസ്ഥ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഏതൊരു വസ്തുവിനെയും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. രണ്ടാമത് നരേന്ദ്രമോദി പറഞ്ഞത്, ഞാൻ ആ കാലാവസ്ഥയുള്ള സമയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താം എന്നുള്ളതാണ്. GPS സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന വ്യോമസേനയുടെ വിമാനങ്ങൾ ആക്രമണം നടത്തുമ്പോൾ, ഈ GPS സംവിധാനങ്ങളിലൂടെ ആക്രമണം നടത്തുമ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. നിലവിൽ ഈ കാലാവസ്ഥയോടുകൂടി ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈലുകൾ എത്തുകയില്ല എന്നുള്ളതാണ് ഖാലിദ് എഹ്സാനെ പോലെയുള്ള മുൻ പ്രമുഖ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പറയുന്നുള്ളത്. അപ്പോൾ വ്യക്തമാകുന്നത് നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ വ്യോമസേന ബലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തി എന്നുള്ളതാണ്. ഇത് പമ്പര വിഡ്ഢിത്തമെന്ന് തന്നെയല്ലേ പറയേണ്ടത്? നരേന്ദ്രമോദി ഇന്ത്യൻ വ്യോമസേനയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ രാജ്യം എൻ്റെത്, ഈ രാജ്യത്തെ സൈനികർ എൻ്റെത്, ഈ രാജ്യത്തെ ജനങ്ങൾ എൻ്റെത്, ഇങ്ങനെ ഞാൻ എന്ന് പറയുന്ന ചിന്താഗതിയാണ് മറ്റുള്ളവർ മുന്നോട്ട് വെച്ച ഒരു നേട്ടത്തെ പോലും, അതിൽ പോലും സംശയം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ആ സംശയത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ശക്തി പകരുകയാണ് മോദിജിയുടെ ഈ ഒരു വാക്കുകൾ. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മോദിജിയുടെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ബുദ്ധി കേന്ദ്രം ബലാക്കോട്ടിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ദേശീയ തലത്തിൽ BJP ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ട്വിറ്ററിലും ഇത് പങ്കുവച്ചിരുന്നു. ഒടുവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ട്വിറ്ററിലും പങ്കുവെച്ചത് രണ്ടും പിന്നീട് തെറ്റായി എന്ന് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കുകയായിരുന്നു, അതിനെ ഒഴിവാക്കുകയായിരുന്നു. ഒരു കാര്യം പറയാം, ഈ ഭരണം എന്തുകൊണ്ടും മാറേണ്ടത് തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.